നമ്മളങ്ങനെ നചികേതസിൻ്റെ കഥ കേൾക്കുകയുണ്ടായി. അപ്പോൾ ആ കഥ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗൃഹപാഠം ഉണ്ട്. കഥ പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ ഗൃഹപാഠം ഇന്നതാണ്. അതായത് ഈ കഥ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്നുകൂടി അതിനെ വിലയിരുത്തി നോക്കണം. നമ്മൾ എന്താണ് കേട്ടത്, എന്തായിരുന്നു ഈ കഥ, ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്. ബാലകനായ നചികേതസിൻ്റെ കഥയിൽ നിന്നും അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എടുക്കാനുള്ളത് എന്താണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്താണ് കഥ? നമ്മളിപ്പോൾ ഒരുപാട് കഥകൾ നമുക്ക് അറിയാം. ഐതിഹ്യങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, പുതിയ നോവലുകൾ, ചെറുകഥ, അങ്ങനെ പല രീതിയിലുള്ള നമ്മൾ കഥ ഗദ്യത്തിൽ വന്ന ഒരു വിഭാഗമാണ് കഥ. അപ്പോൾ എന്താണ് കഥ? അപ്പോൾ കഥയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉദാഹരണമായിട്ടുണ്ട്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഏറ്റവും ചെറിയ കഥ എന്താണ്? ഏറ്റവും ചെറുതായിരിക്കും, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളുണ്ട്. അപ്പോൾ അത് പറഞ്ഞ ആ കഥ ഇതാണ്: അവർ ജനിച്ചു, അവർ ജീവിച്ചു, അവർ മരിച്ചു. അങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ കഥ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ളത്. അപ്പോൾ അതുപോലെ അതാണല്ലോ ഒരു കഥ. അപ്പോൾ ഈ നചികേതസിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതാണ്. നചികേതസ് ജനിച്ചു, ജീവിക്കുന്നിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഇവിടെ യമലോകത്തൊക്കെ പോയി. പിന്നെ അദ്ദേഹം ഒരു വരം കിട്ടിയിരുന്നല്ലോ, ജരാനരകളില്ലാതെ സ്വർഗത്തിൽ പോകാൻ. അപ്പോൾ അദ്ദേഹം അതൊക്കെ അന്വേഷിച്ച് അദ്ദേഹം ആ രീതിയിൽ സ്വർഗത്തെത്തി കാണാമായിരിക്കും. അതായിരുന്നു ആ കഥ. അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഓരോ കഥയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളോട് ചോദിക്കുക, ഈ കഥയിലത്തെ പ്രധാന ഭാഗം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ പഠിക്കുന്ന കാലത്ത് മുതലേ വന്നാണ്. അപ്പോൾ ഗദ്യത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടെങ്കിൽ അത് ഭാഷ പുസ്തകങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സന്ദർഭം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരം വേണമെങ്കിൽ വരാം. ശരിക്കും നമ്മളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും, കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പോൾ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ രാമൻ രാവണനെ വധിക്കുന്നതാണ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണല്ലോ രാമായണം ഉണ്ടായത്. അത് ഒരാൾക്ക് പറയാം. അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കുക, അതെങ്ങനെയാണ് അത് പ്രധാനമെന്ന്. രാമൻ ജനിച്ചു, വിഷ്ണു മനുഷ്യനായ രൂപമെടുത്ത് ഭൂമിയിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണല്ലോ ഇതുണ്ടായത്. അപ്പോൾ ജനിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇത് അങ്ങനെ നോക്കിയാൽ എല്ലാ കഥയും അങ്ങനെയാണല്ലോ. ഇപ്പോൾ മഹാഭാരതത്തിലെടുത്താലും അങ്ങനെയുണ്ട്, അവതാരം ഉണ്ടായിട്ടുണ്ട്, യുദ്ധമുണ്ട്, ജനനങ്ങളുണ്ട്, മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നല്ല, നമുക്ക് ശരിക്കും ഒരു കഥ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശമാണ് കഥ. അല്ലെങ്കിൽ നമ്മളത് ഒന്ന് കണ്ടുപോയി വരുന്ന തിരിച്ച് വന്ന് കിടന്നുറങ്ങുന്നു, കഥ കേട്ടു, അല്ലെങ്കിൽ അടുത്ത ജോലിക്കായി പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജോലി അത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് വന്നിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നു, മറ്റു ജോലികളിൽ മറ്റ് കൃത്യങ്ങളിൽ വ്യാപൃതരാകുന്നു. എന്നാൽ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഈ നചികേതസിൻ്റെ കഥ ഒരു ബാലകൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ മറ്റ് കഥകളെയൊക്കെ പോലെ ഒരുപാട് സന്ദേശങ്ങൾ അതിലുണ്ട്, നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ അതിലത്ത് നമുക്ക് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കാര്യമാണ് ദാനത്തിൻ്റെ കഥ. കാരണം ഈ ദാനം ചെയ്യുന്നത് വീക്ഷിച്ചുകൊണ്ടാണല്ലോ നചികേതസ് നമ്മൾ ആ കഥയിൽ പറഞ്ഞതിലുള്ള സന്ദർഭ രീതിയിൽ കൂടെ കഥ പോയത്. യമലോകത്ത് വരെ അദ്ദേഹം നടന്നുപോയി, ഒരു ബാലകനായ അദ്ദേഹം പോയി. അപ്പോൾ ആ ദാനം കണ്ട് അദ്ദേഹത്തിന് ഒരു കണ്ണ് തുറന്നു. അദ്ദേഹം തൻ്റെ പിതാവ് ദാനം ചെയ്യുന്ന രീതി കണ്ട് കണ്ണ് തുറന്നു. അതിൽ നിന്നും കുറേ സംശയങ്ങളൊക്കെ ഉടലെടുക്കുകയും അത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ അച്ഛന് ദേഷ്യം വരികയും അച്ഛൻ അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ് ഈ ദാനം എന്ന് പറയുന്നത്? അപ്പോൾ ഈ കഥയിൽ ദാനം ആയിട്ട് അദ്ദേഹത്തിന് അരോചകമായി തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ, ദാനം ചെയ്യുന്ന വസ്തു അത് കിട്ടുന്ന ആൾക്ക്
ശൂന്യമാണ് ആയിരിക്കും എന്നുള്ളതിനേക്കാളും ഈ ദാനം കൊടുക്കുന്ന ആൾക്ക് ഈ വസ്തുവിൽ നിന്നും ഒന്നും കിട്ടാനില്ല. ഈ ചാവാലി പശുവിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. യജ്ഞസ്രവസിൻ്റെ കുടുംബത്തിന് ഈ ചാവാലി പശുക്കളിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതിന് പുല്ല് കൊടുത്താലും വെള്ളം കൊടുത്താലും അത് കഴിക്കുന്നില്ലാണ്ട് അതിൽ നിന്ന് പാല് കിട്ടുക എന്നുള്ള സംഭവമില്ല, പാല് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ചാവുന്നവരെ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പശുക്കളെയാണ് ദാനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഈ ദാനത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, അത് നമ്മളിത് കൊടുക്കുന്ന ആൾക്ക് ഇതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഉപയുക്തമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഈ ദാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിലുണ്ട് വരുമ്പോൾ. ഇപ്പോൾ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെ പഴയ വസ്ത്രങ്ങൾ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കും. പഴയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാറില്ല. പഴയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്ത വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കുടുംബമൊക്കെ നോക്കി തൊട്ടെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതൊക്കെ മേടിച്ച് പുതിയത് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ പഴയതിൻ്റെ ആവശ്യമില്ല, അതെടുക്കാറുമില്ല. അതിൻ്റെ കളർ നിറം മങ്ങി അല്ലെങ്കിൽ ഒരു ബട്ടൺ പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാഥർക്ക് കൊടുത്തു. അതൊക്കെ വലിയ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പുറകിൽ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതൊക്കെ ഒരു ദാനമാണ്. നമ്മളതിൽ ഒരു പുണ്യം ലഭിക്കും എന്നൊക്കെ നമുക്ക് പറയുമെങ്കിലും ശരിക്കും നമുക്ക് ഉപയോഗമില്ലാത്തൊരു വസ്തു നമ്മൾ കൊണ്ട് വേറെ എടുത്ത് നിക്ഷേപിക്കുക. നമ്മുടെ വീട്ടിനകത്തുനിന്നും അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലത്തെ നമുക്ക് സ്ഥലം കിട്ടി, അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാണ്ട് ആ വസ്തു കൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല. അപ്പോൾ അത് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് പുണ്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. നേരെ മറിച്ച് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തു നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു ആർക്കും ഉപകാരമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഉപകരിക്കപ്പെടുന്ന ആൾക്കാർ വേറെ ഉണ്ട്, അവർക്ക് നമ്മൾ കൊടുത്തില്ല, നമ്മളത് ദ്രവിച്ചു പോകാൻ ഇടയാക്കിയെങ്കിൽ അതിൻ്റെ പാപം നമുക്ക് ലഭിക്കും. പക്ഷേ ആ വസ്തു നമ്മൾ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ കൊടുത്താൽ അതിൽ നമുക്ക് പുണ്യം ലഭിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പഴയ വസ്ത്രങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ദാനത്തിൻ്റെ ഇതിൽ വരില്ല. ദാനം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ കുടുംബത്തിന് അഭിവൃദ്ധിക്കോ ഭാവി തലമുറയ്ക്കും എതിർക്കളുടെ സ്വസ്ഥതയ്ക്കൊക്കെ വേണ്ടിയാണ് ദാനം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇങ്ങനെയുള്ളതുകൊണ്ട് കിട്ടില്ല. ഈ ചാവലി പശുക്കളുടെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. നമ്മുടെ കയ്യിൽ 2 മൊബൈലുണ്ട്. അപ്പോൾ അതിലൊരു മൊബൈൽ നമ്മൾ പുതിയ മൊബൈലാക്കി പഴയ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പഴയ മൊബൈൽ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ദാനമായിട്ട് വരില്ല. ഒരാൾക്ക് മൊബൈൽ ആവശ്യമുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ ഒരു മൊബൈലുള്ളൂ, അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് പറ്റില്ല, അത് ദാനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് വെച്ച് ഒരു ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വേറൊരു മൊബൈൽ മേടിച്ച് അദ്ദേഹത്തിന് കൊടുക്കും, ആവശ്യക്കാരന് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ അതൊരു ദാനമാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ്, നമ്മളത് എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനപ്പുറത്തുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ദാനം എന്നുള്ള ഒരു ഇതിൽ വരില്ല അത്. പക്ഷേ എന്നാലും അതൊരു കൊടുക്കലാണ്, ശരിക്കും കൊടുക്കുക എന്നാണ് ദാനത്തിൻ്റെ ഒരു ഇതാണ്. കൊടുക്കുക, മറ്റേ അപരന് കൊടുക്കുക, നമ്മുടെ കയ്യിലുള്ളത് അപരന് കൊടുക്കുക. ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ കുചേലൻ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ എന്താണ് കൊണ്ടുപോയത്? അവിൽപ്പൊതിയാണ് കൊണ്ടുപോയത്. അവിൽപ്പൊതി, അതും പഴകിയ അവിലാണ്, പ്രാണിയൊക്കെ നടക്കുന്ന അവിലാണ്. അതിൽ എന്താ ശർക്കരയൊന്നും ഇല്ലായിരുന്നു, എന്താ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൊതിഞ്ഞ് ഇലയിലൊക്കെ പൊതിഞ്ഞെടുത്ത് കക്ഷത്തിൽ വെച്ച് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് എന്താണ് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശ്രീകൃഷ്ണൻ അത് പല കഥകളുണ്ട്. ഒരു പിടി വാരി കഴിച്ചു, 2ാമത്തെ പിടി കഴിക്കാൻ രുക്മിണി സമ്മതിച്ചില്ല, മതി എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. വേറൊരു പിടിക്ക് കുറേ 7 പിടി കഴിച്ചു, 1, 2, 3, 7 പിടി കഴിച്ച് 8ാമത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. 7 മാളികയാണ് ശ്രീകൃഷ്ണനുള്ളത്. അപ്പോൾ 8ാമതും കഴിച്ചെങ്കിൽ അതിനേക്കാൾ വലിയ ഗുണം കുചേലന് കിട്ടുമായിരുന്നു എന്ന് രുക്മിണിക്കറിയാമായിരുന്നു. രുക്മിണിയും അവതാരമായിരുന്നു, ദേവിയുടെ അവതാരമായിരുന്നു. അപ്പോൾ തടഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പിടി അവിലിൻ്റെ വില ഇത്രയാവാൻ എന്താണ് കാരണം കുചേലൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് വേറെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ കുചേലൻ തന്നെ കഴിക്കുന്നതാണ്. കുചേലനും കുടുംബവും കുട്ടികളും കൂടി വച്ചിരിക്കുന്ന അവിലാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അവിൽ എന്ന് പറഞ്ഞാൽ അത് നാളെ ഈ അവിലുണ്ടാവുമെന്ന് അവർക്ക് അറിഞ്ഞില്ല. ഇന്നലെ എന്ത് കഴിച്ചു എന്ന് അവർ നോക്കിയിട്ടില്ല. ഈ ആകപ്പാട് അവശേഷിച്ചിരിക്കുന്ന ഒരു അവിലാണ്. അപ്പോൾ അത് അവരുടെ കുടുംബത്തിലുണ്ടായെങ്കിൽ അവർക്ക് ആ അന്നത്തെ ഒരു ഇത് കിട്ടുമായിരുന്നു.
അപ്പോൾ ആ അവിൽ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതുമല്ല പിന്നെ എന്താണ് ഉണ്ടായത്, ഇത് അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് നല്ല നിലയിലല്ലേ ഇരിക്കുന്നത്, ശ്രീകൃഷ്ണൻ രാജാവാണ്, നല്ല നിലയിൽ, അപ്പോൾ എന്തെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കാനും അദ്ദേഹത്തിന് പറ്റുന്നത്, ഇത് ചോദിച്ചു പോലുമില്ല. അതാണ്, ഒന്നും ചോദിക്കാതെ ഇത് മാത്രം കൊടുത്ത് കാണുക മാത്രം ചെയ്ത് തിരിച്ചു വരുന്നപ്പോഴാണ് ഈ പിന്നെ ബാക്കിയുള്ള അത് നമുക്ക് സൂചിതമാണ് ആ കഥ. അപ്പോൾ അതാണ് അവിടെ നടന്ന ഈ ദാനം, ഈ ക്രയവിക്രയം, ഈ ക്രയം അദ്ദേഹം ചോദിച്ചില്ല, ചോദിക്കാതെ തന്നെ ഭഗവാൻ അറിഞ്ഞ് കൊടുത്തതാണ്. ഭക്തൻ്റെ അറിഞ്ഞു കൊടുത്ത, ഭക്തനുള്ള സതീർത്ഥന് അറിഞ്ഞു കൊടുത്ത ഭക്തി തന്നെയാണത്. അപ്പോൾ അതാണ് ദാനത്തിൻ്റെ വില എന്ന് പറയുന്നത്. നമുക്ക് അതില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്ക് പറയും, നമ്മൾ ഇന്നും ദോശ കഴിക്കുന്ന ആൾക്ക് ഈ അവൽപ്പൊതി എന്താണോ ഒന്നുമില്ലെന്നാണ്. പക്ഷേ ആ കുടുംബത്തിനെ, കുചേലൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബഹുമൂല്യമായൊരു വസ്തുവായിരുന്നു ആ അവിൽ. അത് അദ്ദേഹം കൊടുത്തതിന് അദ്ദേഹത്തിന് അത്രയും ഒരു പുണ്യം കിട്ടി. അപ്പോൾ അതാണ് ദാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ആ ദാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ളൊരു ത്യാഗം തന്നെയാണ്. ത്യാഗം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമാണ് അതിനുള്ള. ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉള്ളതങ്ങ് കൊടുക്കുക, നമുക്ക് ഇനി വേണ്ട, നമുക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനേക്കാളും എളിയ രീതിയിലേക്ക് വരാനുള്ള, അതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ദാനം അതല്ല, നമ്മൾ എളിയ രീതിയിലേക്ക് വരുന്നില്ല ദാനം എന്ന് പറയുന്നത്. അപ്പോൾ കുചേലൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയാണ് വന്നത്. കാരണം ഒന്നുമില്ലാത്ത ഒരു ഇതിലേക്ക് വന്നു. ഇത് കൊടുത്ത ഭാവിയിൽ എന്താണെന്ന് അറിയാത്ത പോലും അദ്ദേഹം കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ കൊടുക്കലിലൂടെ അദ്ദേഹത്തിന് ഇത്ര ആയിട്ടുള്ളത് കിട്ടിയത്. അപ്പോൾ അതാണ് ഈ ദാനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് നചികേതസിൻ്റെ ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണത്. വേറെയുണ്ട് ഒരുപാട് പാഠങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഗൃഹപാഠത്തിനെ കുറിച്ച് നമ്മളുള്ളത് ഈ ഒരു പാഠം എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇനിയുമുണ്ട് ഇതിൽ നിന്നും പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അതെന്താണെന്ന് നമുക്ക് അടുത്തൊരു ഇതിൽ നോക്കാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദാനത്തിനെ കുറിച്ച് നമ്മുടെ നചികേതസിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാവുന്ന ദാനം എന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.